Done, sir. Thank you. Today we are very happy to have Dr. Prince CP, Associate Professor of Microbiology, Mother Teresa Postgraduate and Research Institute of Health Sciences, Government of Pondicherry, Pondi. Dr. Prince will speak to us in Malayalam language, which is a very, very important language, regional language of our country. He will speak on role of microbiologists in infection control and preparedness of emerging infections in India. This is the first talk in Malayalam, and I'm so happy that it will go to thousands of people around the world. So Dr. Prince, please present. Good afternoon, everybody. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മൈക്രോബയോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിക്കുന്ന മലയാള പ്രഭാഷണ പരമ്പരയിലെ ആദ്യത്തെ സെമിനാറാണ് ഇന്ന് നടത്താൻ പോകുന്നത്. ഈ സെമിനാറിന് എന്നെ ക്ഷണിച്ച പ്രൊഫസർ ഡോക്ടർ സ്വരൺജിത് സിംഗ് ജി, ചണ്ഡീഗഡ് മൈക്രോബയോളജി സൊസൈറ്റിയുടെ പ്രസിഡന്റ്, അവർക്ക് എൻ്റെ വിനീതമായ നമസ്കാരവും നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഡോക്ടർ അരവിന്ദ് ദേശ്മുഖ് ജി, മൈക്രോബയോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റാണ്. അദ്ദേഹത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ, ഭാരതത്തിൽ പുതുതായി ഉയർന്നു വരുന്ന പകർച്ചവ്യാധികളുടെ നിയന്ത്രണം, അതിന്റെ തയ്യാറെടുപ്പ്, അതിൽ മൈക്രോബയോളജി വിദഗ്ധരുടെ പങ്ക്, അത് മൈക്രോബയോളജി വിദഗ്ധർക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട എമർജിങ് ഇൻഫെക്ഷൻസ് എന്നാണ് പറയുക, പുതുതായി ഉയർന്നു വരുന്ന രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, സാംക്രമിക രോഗങ്ങൾ എന്നൊക്കെ പറയും ഈ രോഗങ്ങൾക്ക്. ഈ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനും അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനും മൈക്രോബയോളജി വിദഗ്ധർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ഈ സെമിനാറിൽ പറയാൻ പോകുന്നത്. എമർജിങ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ, അതായത് പുതുതായി വരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് കണ്ടുവരാത്ത രോഗങ്ങളും, അതായത് പുതിയൊരു രോഗാണു മൂലം ഉണ്ടാകുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് ഉണ്ടാകുന്ന രോഗത്തിനെയാണ് നമ്മൾ എമർജിങ് ഇൻഫെക്ഷൻസ് എന്ന് പറയാം. എമർജിങ് ഇൻഫെക്ഷൻസ് ആർ ന്യൂലി അപ്പിയർഡ്, ന്യൂ ഡിസീസസ്, പുതിയ രോഗങ്ങൾ, അതിനാണ് പറയുന്നത് എമർജിങ് ഇൻഫെക്ഷൻസ് എന്ന് പറയാം. ഇതിനോടനുബന്ധിച്ച് തന്നെ കുറെ വേറെയും പുതിയ പേരുകളുണ്ട്. ന്യൂലി എമർജിങ്, പുതുതായി വരുന്ന രോഗങ്ങൾ. പിന്നെ റീ എമർജിങ് ഓർ റീസർജിങ് എന്ന് പറഞ്ഞിട്ടുള്ള ചില രോഗങ്ങളുണ്ട്. അതായത് നമ്മൾ ഒരു പഴയ കാലത്ത് വസൂരി, സ്മോൾ പോക്സ്, പിന്നെ ഡിഫ്തീരിയ, പ്ലേഗ്, മീസിൽസ്, മംസ്, ടെറ്റനസ്, ഇതുപോലുള്ള രോഗങ്ങളൊക്കെ നമ്മൾ രോഗപ്രതിരോധ നടപടികളിലൂടെ നമ്മളത് നിയന്ത്രണ വിധേയമാക്കിയതാണ്. ഈ നിയന്ത്രണ വിധേയമാക്കിയ ഈ രോഗങ്ങൾ വീണ്ടും വരികയാണ്, പുതിയ രൂപത്തിൽ വരുമ്പോൾ അതിനെ നമുക്ക് റീ എമർജിങ് ഓർ റീസർജിങ് ഇൻഫെക്ഷൻസ് എന്ന് പറയാം. ഇത്തരം രോഗങ്ങളെല്ലാം ചേർത്താണ് നമ്മൾ പൊതുവെ ഈ എമർജിങ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോ ഞാനിവിടെ ഒരു ചിത്രം കാണിക്കാം. ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ പഴയ ഡ്രസ്സ് കാണാം. ഓക്കെ, പഴയ ഡ്രസ്സും ഇപ്പൊ മമ്മൂട്ടി വേറെ ഡ്രസ്സിലും വരുന്നുണ്ട്. അപ്പൊ അതുപോലെ രോഗാണുക്കളും ഈ മൈക്രോ ഓർഗാനിസംസ് ഓൾസോ വിൽ ഹാവ് ഓൾഡ് ഫാഷൻ ഓൾസോ ആൻഡ് ന്യൂ ഫാഷൻ ഓൾസോ. ദേ വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. അവരുടെ ഇതിനെ മാറ്റങ്ങൾ വരുത്തി അവർ പുതിയ രീതിയിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് നമുക്ക് പുതിയ രോഗങ്ങൾ ഉണ്ടാവും. ഈ രോഗങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനാണ് കുറിച്ചാണ് നമ്മൾ ഇവിടെ ചെറുതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ പുതുതായി വരുന്ന രോഗങ്ങൾ, ഈ എമർജിങ് ഇൻഫെക്ഷൻസില് പ്രധാനമായും ഈ രോഗങ്ങളെല്ലാം വന്യമൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ജന്തുജന്യ രോഗങ്ങളാണ്. That is zoonosis. Most of the emerging infections are zoonosis. Hello.
പുതുതായിട്ട് വരുന്ന എമർജിങ് ഇൻഫെക്ഷൻസ്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു രീതിയിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ്, നമ്മുടെ കാടുകൾ ഇല്ലാതാവുകയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ കാടുകളിലേക്കുള്ള യാത്രകളാണ് ഇപ്പോൾ. അപ്പോ എൻക്രോച്ച്മെന്റ് ഇൻ ടു ദ ഫോറസ്റ്റ്, എൻക്രോച്ച്മെന്റ് ഇൻ ടു ദ വൈൽഡ് ലൈഫ്, ഈ പിന്നെ ഡൊമസ്റ്റിക് അനിമൽസ് എല്ലാം കൂടി. ഇപ്പൊ പെറ്റ് അനിമൽസ് ഒക്കെ നൗ വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെറ്റ് അനിമൽസ്. നമുക്ക് പുതിയ പുതിയ കുറേ പെറ്റ് അനിമൽസ് ആണ്. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു നായയോ പട്ടിയോ പൂച്ചയോ ഒക്കെ ആയിരുന്നു വീട്ടിലുണ്ടായിരുന്ന പെറ്റ് അനിമൽസ്, നമുക്ക് വളർത്തുമൃഗങ്ങളായിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നിപ്പോ കാലത്ത് വളർത്തുമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ യു ഹാവ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ്. ഒരു വിവിധ തരം പാരറ്റ്സ് തന്നെ പല പല വീട്ടുകളിൽ വളർത്തുന്നു. പിന്നെ ഹാംസ്റ്റർ, വൈറ്റ് റാറ്റ്, മൗസ്, അങ്ങനെ വേണ്ട ഗിന്നിപ്പിഗ് ഇതെല്ലാം കൂടെ വീട്ടിലാണ് വളർത്തുന്നത്. അങ്ങനെ ഈ പെറ്റ് അനിമൽസിനോടുള്ള പുതിയ ഇത് കാര്യങ്ങളുണ്ടും. പിന്നെ നമ്മള് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധം കൂടി വരികയാണ് ഇപ്പോൾ. ഒന്ന് ഭക്ഷണമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്, ഈ പെറ്റ് അനിമൽസ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാടുകളിൽ പോകുന്നു. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കാടുകളും ഈ ആവാസ വ്യവസ്ഥ, ഈ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് ഈ വൈൽഡ് അനിമൽസ് നമ്മളെ നാട്ടിലേക്ക് വരികയും നമ്മളും മനുഷ്യനും ഈ മൃഗങ്ങളും തമ്മിൽ കൂടുതൽ അടുപ്പത്തിലാവുകയും ചെയ്യുന്നത്. അവര് നമ്മളെ അടുത്തേക്ക് വരികയാണ്. ഇപ്പോ ബാറ്റ്സ് ഒക്കെ മുമ്പ് ഫോറസ്റ്റിലേ ഉണ്ടായിരുന്നുള്ളൂ, വവ്വാലുകൾ ഫോറസ്റ്റിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നാട്ടിൻ പുറത്ത് വളരെ സാധാരണമായിട്ട് നമുക്ക് ഈ ബാറ്റ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. വീടുകളുടെ മേലെ, പഴയ വീടുകളിലൊക്കെ ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്, ഇപ്പൊ ഇതൊക്കെ ഉണ്ടായി. അപ്പൊ ഇതൊക്കെ കൊണ്ട് നമ്മളെ വൈൽഡ് ലൈഫും ഡൊമസ്റ്റിക് ലൈഫും ഒന്നായി മാറിക്കൊണ്ടിരുന്നു. പിന്നെ യാത്രകളാണ്. നമ്മൾ പലരും യാത്രകൾ, ഇക്കോ ടൂറിസം എന്നൊക്കെ പറഞ്ഞിട്ട് കാടുകളിലേക്കുള്ള യാത്രകൾ. അപ്പോൾ നമ്മൾ പുതിയ മൃഗങ്ങളായിട്ടും അവരുടെ ലൈഫായിട്ടും ഒക്കെ കൂടുതൽ മിങ്കിളായിട്ട് വരികയാണ്. അവരോട് ചേർന്ന് പോകുന്നതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അതിലുള്ള രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് വരികയാണ്. ഇപ്പോ കുറച്ചു കാലം മുമ്പ് ഒരു സ്വൈൻ ഫ്ലൂ എന്ന് പറഞ്ഞിട്ട് ഒരു രോഗം ഉണ്ടായിരുന്നു. അതായത് ഇൻഫ്ലുവൻസ H1N1 എന്ന വൈറസ് മൂലം ഉണ്ടാകുന്ന സ്വൈൻ ഫ്ലൂ, പന്നിപ്പനി എന്നായിരുന്നു പേര്. അപ്പൊ ഈ പന്നികളിൽ ഉണ്ടായിരുന്ന ആ വൈറസിന് അത് മനുഷ്യരിലേക്ക് വരികയും അതിന് മാറ്റങ്ങൾ വരികയും അത് മാറ്റം വരുത്തി ഒരു പുതിയൊരു രോഗം ഉണ്ടാവുകയും ചെയ്തു. അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. അതേപോലെ ബേർഡ്സിൽ ഉണ്ടാവും. ഈ താറാവുകളിലൊക്കെ ഉണ്ടാവുന്ന ചില ഇൻഫ്ലുവൻസ വൈറസുകൾ അവരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ താറാവും മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങൾ അടുപ്പം കൂടുതലായതുകൊണ്ട്, സ്വാൻസും അതൊക്കെ കൂടുതലായതുകൊണ്ട് ഇപ്പൊ അതിലുള്ള വൈറസിന് ചില മാറ്റങ്ങൾ വരികയും അത് മനുഷ്യരിലേക്ക് വരാനുള്ള സാധ്യതകളും ഉണ്ടായി. പിന്നെ ഇപ്പൊ ട്രാവൽ ടൂറിസം എല്ലാം ഇപ്പൊ വേൾഡ് ഹാവ് ബിക്കം വെരി സ്മോൾ. സോ വൈൽഡ് ലൈഫ് ട്രാവലൊക്കെ ഇപ്പൊ വളരെ കൂടുതലായി. പിന്നെ ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ചൈന എന്ന് പറഞ്ഞാൽ വളരെ അടുത്തുള്ള ഒരു രാജ്യം പോലെയാണ്. ചൈനയിൽ ധാരാളം മലയാളികളുണ്ട്. അതേപോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മലയാളികളുണ്ട്. അപ്പൊ ഇന്ത്യയില് പ്രധാനമായിട്ടും നമുക്ക് നിപ്പ വൈറസ് ആയാലും ഈ കോവിഡ് ആയാലും ഓൾമോസ്റ്റ് എല്ലാ വൈറസുകളായാലും ഈ വേറെ രാജ്യത്തു നിന്ന് വരുന്ന രാജ്യങ്ങളിൽ ഉണ്ടായ വൈറസുകൾ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് കേരളത്തിലാണ്. കാരണം കേരളത്തിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് എല്ലാ ഭാഗത്തും, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഈ ട്രാവലിംഗ് ഒക്കെ കൂടിയത് കൊണ്ട് വേറെ രാജ്യങ്ങളിലുള്ള വൈറസുകളും ബാക്ടീരിയകളും മൈക്രോ ഓർഗാനിസംസ് എല്ലാം ഇവിടെ വരികയും നമുക്കതുകൊണ്ട് ഈ രോഗാണുക്കൾക്ക് നമ്മളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകുന്നു. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി എമർജിങ് ഇൻഫെക്ഷൻസ് ആർ സൂണോസിസ്. അതിന് കാരണം ഈ വൈൽഡ് ലൈഫുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, അതായത് പെറ്റ് അനിമൽസുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് മൂലമായിട്ടാണ് ഈ കാരണം ഉണ്ടാകുന്നത്. ഇതുവരെയുള്ള 60% രോഗങ്ങളും സൂണോട്ടിക് ഡിസീസസ് ആണ്. അത് ജന്തുജന്യ രോഗങ്ങളാണ്. അതിൽ 75% രോഗങ്ങളും എമർജിങ് ഇൻഫെക്ഷൻസ് ജന്തുജന്യമായിട്ടുള്ളതാണ്. ഈവൻ HIV എന്ന് പറഞ്ഞ് നമ്മൾ 1980-കളിൽ ഉണ്ടായിരുന്ന HIV എമർജ് ചെയ്തിട്ടുള്ള HIV രോഗം കൂടി ഒരു സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുരങ്ങുകളിൽ കണ്ടുവന്നിരുന്ന ഒരു വൈറസ് രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ പുതിയതായി വരുന്ന എവ്രി ഇയർ നമുക്ക് ഓരോ കൊല്ലത്തിലും ഏകദേശം ഒരു ആവറേജ് ആയിട്ട് ഒരു 5 പുതിയ രോഗങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ഈ 5 പുതിയ രോഗങ്ങളിലും 80% ഉണ്ടാവുന്നത് ആനിമൽസ് എന്നാണ്, ഈ ജന്തുക്കളിൽ നിന്നാണ് ഇത് വരുന്നത്. WHO, ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇനി ഭാവിയിൽ നമ്മളെ മനുഷ്യരാശിയെ ഇല്ലാതാക്കാൻ കഴിവുള്ള
which can eradicate, we normally we say to eradicate microorganism, but microorganisms will eradicate human population. അതിന് സാധ്യതയുള്ള, അതിന് കപ്പാസിറ്റി ഉള്ള, അതിന് കഴിവുള്ള കുറെ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം വൈറസ് ആണ്. സാൾസ് ഓൾറെഡി വന്നു, MERS ഓൾറെഡി വന്നു, നിപ്പ വൈറസ് ഓൾറെഡി വന്നു, പിന്നെ റിഫ്റ്റ് വാലി ഫീവർ. ഇങ്ങനെ കുറെ രോഗങ്ങളൊക്കെയാണ് നമുക്ക് മാരകമായി മനുഷ്യരാശിയെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഈ രോഗങ്ങൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എനി ടൈം, എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഇതിലേക്ക് വരാം. നമ്മുടെ ഒരു എപ്പിഡമിക്, ഈ COVID-19 വന്ന പോലെ എപ്പോൾ വേണമെങ്കിലും ഈ ഇതിലേക്ക് നമ്മളെ മനുഷ്യരാശിയെ ഇല്ലാതാക്കാനായിട്ട് വരാം. ഇന്ത്യയില് പ്രധാനമായിട്ട് കണ്ടുവരുന്ന ചില രോഗങ്ങളാണ്. നമുക്ക് ആദ്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, when I was studying my MSc 1996, there was an epidemic of plague in Surat. I remember that epidemic, and our microbiologists at that time the public was not aware it was a disease in Surat, but we were much worried about this plague, which can become a pandemic. Plague can become a pandemic. So we were worried, and we were watching all the things in newspapers and other things to get what is the information available, all those things. അങ്ങനെയൊക്കെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് താനെ അത് കൺട്രോൾ ആയി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അന്ന് ചില പ്രതിരോധ നടപടികൾ ഏറ്റെടുക്കുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്ത് അത് നമ്മൾ 1996 പ്ലേഗ് അങ്ങനെ ഇല്ലാതായി. ഈ പ്ലേഗ് ഇതിനു മുമ്പ് പല പാൻഡമിക്കുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. പാൻഡമിക് ഉണ്ടാക്കിയ ഒരു കോളറ, ഇന്ത്യയിലായിരുന്നു ആദ്യം കോളറ. 7 പാൻഡമിക്കുകളാണ് കോളറ ഉണ്ടായിട്ടുള്ളത്. അതിൽ 6 പാൻഡമിക്കും ഇന്ത്യയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ പല ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പല രോഗങ്ങൾ ഇതേപോലെ വന്നു പോയിട്ടുണ്ട്. 2003 2003 ഒരു ചാന്ദിപുര വൈറസ് എന്ന് ചൊല്ലിയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറസ് കുറച്ച് പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കാലിക്കറ്റ് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് ഇൻ 2003 2003 ഒരു ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തു. പിന്നെ ചിക്കൻ ഗുനിയ 2006 വന്നു, 2006. പന്നിപ്പനി എന്ന് പറയുന്ന സ്വൈൻ ഫ്ലൂ, because of that swine flu nearly 3,000 people died in India 2009 to 2010. പിന്നെ ക്രിമിയൻ കോങ്കോ വൈറസ് എന്ന് പറഞ്ഞിട്ട് ഗുജറാത്ത് in 2011 some reports of ക്രിമിയൻ കോങ്കോ വൈറസ്. അത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരു ഡിസീസാണ്. അത് ആ വൈറസ് അവിടെയായിരുന്നു കണ്ടുവരുന്നത്, കോങ്കോയിൽ കണ്ടുവരുന്ന ഒരു വൈറസ്. അത് ഗുജറാത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാൻഡ വൈറസ് 2005 to 2006 തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ സിക്ക വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറസ് രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 2018 2018 റിപ്പോർട്ട് ചെയ്തു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന മലയാളികൾക്ക് സുപരിചിതമായ നിപ്പ വൈറസ് 2018 in 2018 കാലിക്കറ്റ്, കോഴിക്കോട് ആൻഡ് മലപ്പുറം ഡിസ്ട്രിക്ട് we had Nipah virus incidents, and fortunately we controlled that. We prevented the spreading of that disease from Calicut to other parts of the country. അത് നമ്മൾ വളരെ വൈദഗ്ധ്യത്തോടു കൂടിയിട്ട് അത് നിയന്ത്രണ വിധേയമാക്കുകയുണ്ടായി. സോ ഇങ്ങനെ നമുക്ക് പല രോഗങ്ങളെ പറ്റിയും, രോഗങ്ങളും നമ്മുടെ പിന്നിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. എനി ടൈം ഇറ്റ് ക്യാൻ അറ്റാക്ക്. ഈ ഡിസീസ്, ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ എനി ടൈം വരാം. അതിൽ വരുന്ന ഒരു എബോള വൈറസ് എന്ന് പറഞ്ഞിട്ട് ഒരു വൈറസ് ഉണ്ട്. ഇത് വന്യമൃഗങ്ങളിൽ നിന്നാണ് വരുന്നത്. ചെറിയ വവ്വാലുകൾ, മുള്ളൻപന്നി, കുരങ്ങുകളുടെയൊക്കെ രക്തത്തിലാണ്, ഇൻ ബ്ലഡ് ദാറ്റ് വൈറസ് വിൽ ബി പ്രസന്റ്. ആ ബ്ലഡും അല്ലെങ്കിൽ അവരുടെ ഈ ശരീരസ്രവങ്ങളുമായിട്ട് ബന്ധം വരുമ്പോൾ, കോൺടാക്ട് വിത്ത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് വരുമ്പോൾ ഈ രോഗം മനുഷ്യരിലേക്ക് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ടു ഹ്യൂമൻ ബീയിങ്സ്. സെൻട്രൽ ആഫ്രിക്കൻ കൺട്രീസിലാണ് 2014 to 16 this disease was there, and it nearly ഒരു 90% മരണസാധ്യത ഉള്ള ഒരു രോഗമാണ് എബോള വൈറസ്. എന്റെ അഭിപ്രായത്തിൽ ഈ എബോള വൈറസ് ആയിരിക്കും ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ഡേഞ്ചർ.
most dangerous virus may be this Ebola virus. Luckily, ഇത് ആഫ്രിക്കൻ കൺട്രീസിൽ മാത്രമായിട്ട് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ മാത്രമേ ഇപ്പൊ കണ്ടുവരുന്നുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് സ്പ്രെഡിങ് ടു അതർ കൺട്രീസ് ഇറ്റ് വിൽ ബി എ വെരി ഡേഞ്ചറസ് വൺ. 90%, 90% ഫെറ്റാലിറ്റി റേറ്റ് ഇസ് ദെയർ ഫോർ ദിസ് എബോള വൈറസ്. പിന്നെ ഒരു രോഗമാണ് ലാസ ഫീവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസീസ്. ലാസ ഫീവർ ഇതൊരു അരീന വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. എലികൾ ഫ്രം റാറ്റ്സ്, എലികളുടെ മൂത്രവും കാഷ്ടവും നമ്മളെ ഭക്ഷണ സാധനങ്ങളിൽ വരികയാണെങ്കിൽ ഈ രോഗം വരാം. പിന്നെ ഉള്ളതാണ് ഈ ക്രിമിയൻ കോങ്കോ, ഞാൻ ഓൾറെഡി പറഞ്ഞു. അതൊരു ടിക്സ് ആണ് അത് പരത്തുന്നത്. ചെള്ള്, നമ്മൾ നായുണ്ണി എന്നൊക്കെ പറയും. നിപ്പ നിങ്ങൾക്കറിയാം, നമ്മൾ വവ്വാലിൽ പോലുള്ള അതിൽ നിന്നാണ് ഈ രോഗം വരുന്നത്. പിന്നെ റിഫ്റ്റ് വാലി ഫീവർ എന്ന് പറഞ്ഞിട്ട് ഒരു വൈറൽ സൂണോസിസ് ഉണ്ട്. ഇത് ജന്തുജന്യ രോഗമാണ്. കൊതുകുകളും രക്തം കുടിക്കുന്ന ഈച്ചകളും ആണ് ഈ രോഗം പരത്തുക. അതൊരു ഫ്ലബോ വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറസ് ഫാമിലിയിൽപ്പെട്ട ഒരു രോഗാണുവാണ് ഇത് പരത്തുന്നത്. പിന്നെ സിക്ക ഡിസീസ് പരത്തുന്നത് ഈഡിസ് കൊതുകുകളാണ്. ഈഡിസ് ഈജിപ്റ്റി കൊതുകുകളാണ്. ഇതിന്റെ ഒരു ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ സിക്ക വൈറസ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം മദർ ടു ചൈൽഡ് ഓൾസോ. അപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുള്ള പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അമ്മമാരിൽ നിന്ന് അത് കുഞ്ഞുങ്ങളിലേക്ക് അത് പകരാം. ഇങ്ങനെ പല രീതിയിലുള്ള രോഗങ്ങളും നമ്മുടെ പിന്നിൽ നമ്മൾ ശാസ്ത്രജ്ഞന്മാരും മൈക്രോബയോളജിസ്റ്റും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു പാൻഡമിക് ആയിട്ട് മാറുകയും മനുഷ്യരാശിക്ക് വലിയ ഒരു ആഘാതം ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇങ്ങനെ ഒരു ഇത് ഉള്ളത് കൊണ്ട് WHO ഒരു ഹൈപ്പോത്തറ്റിക്കൽ I am talking about this only. Disease X എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. Hello. Hello, sir. My thing is coming? Yes, it is coming. But PPT is not coming now. Now somebody has given something. Oh. No. PPT is not coming. I accepted something and now it is. But doesn't matter. You can try once. Otherwise, carry on without PPT. It's all right. You try once to load your PPT. Okay, now it is coming now? Yeah, it has come. It has come now, okay, sir. So, ഈ ഡിസീസ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെമോക്ലീസിന്റെ ഒരു സ്വാഡ് നമ്മളെ തലയിൽ എപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസീസ് എക്സ് വന്നു കഴിഞ്ഞാല് ഇതൊരു സയൻസ് ഫിക്ഷൻ പോലെ തോന്നും. ഈ ഡിസീസ് എക്സിനെ പറ്റിയുള്ള വിവരണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് എ സയൻസ് ഫിക്ഷൻ. സോ വൺ സ്മോൾ ന്യൂ വൈറസ് which will kill all the human beings in the world. അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ what are the things we have to do? ഇങ്ങനെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ചെയ്യണം എന്നുള്ള ഒരു പ്രിപ്പറേഷൻ WHO അതിനു വേണ്ടി കുറെ ഗൈഡ് ലൈൻസ് ഒക്കെ തന്നിട്ടുണ്ട്, കുറെ മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഇത് കാണാം. ഇത് എഴുതിയത്, ഈ ആർട്ടിക്കിൾ എഴുതിയ അദ്ദേഹത്തിന്റെ പേര് അരുൺ കുമാർ എന്നാണ്. G. അരുൺ കുമാർ. He was my senior. ഞാൻ MSc പഠിക്കുമ്പോൾ when we were in Manipal Kasturba Medical College, he was my senior and he is a very famous virologist. He started virology laboratory in research laboratory in Manipal. Now he is in Nepal as a WHO representative. He is for government of Nepal. He is working for government of Nepal and he is a WHO fellow there, and he is in the infection control team in Nepal. He established a big virology laboratory in Manipal. He played a major role. Dr. Arun Kumar, G. Arun Kumar, he played a major role in controlling Nipah virus infection in Kerala. അരുൺകുമാറിനെ പോലുള്ള ഒരു മൈക്രോബയോളജിസ്റ്റ് ആണ് നിപ്പ വൈറസ് ഒരു പരിധി വരെ കേരളത്തിൽ നിയന്ത്രണ വിധേയമാക്കുന്നതിന് സഹായിച്ചത്.
ഇതിലൊരു റിപ്പിൾ ഇഫക്റ്റ് ഞാനിപ്പോ നേരത്തെ ഓൾറെഡി പറഞ്ഞു. ചില രോഗങ്ങൾ ഇന്ത്യയിൽ കണ്ടുവരുന്ന ചില പ്രധാനപ്പെട്ട രോഗങ്ങളായിരുന്നു ചിക്കൻ ഗുനിയ, സ്വൈൻ ഫ്ലൂ, സിക്ക വൈറസ്, നിപ്പ വൈറസ്. ഇതൊക്കെ നമ്മളെ കേരളത്തിലും ഇന്ത്യയിലും വന്ന ഡിസീസസ് ആണ്. ഇത് മറ്റു വൈറസുകളാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിപ്പ വൈറസ്, ഹാൻഡ വൈറസ്, ചിക്കൻ ഗുനിയ, ഹ്യൂമൻ എൻറ്ററോ വൈറസ്, ദാറ്റ് ഈസ് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് കാലിക്കറ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഹൈദരാബാദിൽ വന്ന H1N1 ഡിസീസ്, ചന്ദിപുര വൈറസ്, ക്രിമിയൻ കോങ്കോ വൈറസ്, ഇതെല്ലാമായിരുന്നു നമ്മളിപ്പോൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചില ഡിസീസസ്. ഇതില്ലാതെ ഒരു രോഗമാണ് മീസിൽസ്. മീസിൽസ് ഒക്കെ തിരിച്ചു വരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്. പിന്നെ എബോള ഞാൻ പറഞ്ഞു. നോറോ വൈറസ്, അങ്ങനെ ഒരു ഒളിമ്പിക്സ് നടക്കുമ്പോൾ നോറോ വൈറസ് 2018 in 2018 വിന്റർ ഒളിമ്പിക്സ് പീരീഡ് വി ഹാഡ് എ ന്യൂ വൈറസ് ഇൻഫെക്ഷൻ സൗത്ത് കൊറിയ. ഇങ്ങനെ കുറെ രോഗങ്ങൾ ദേ ആർ ഓൾ വെയിറ്റിംഗ് ഫോർ us. മങ്കി പോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസീസ് ഉണ്ട്, മങ്കി പോക്സ്. പിന്നെ അത് എല്ലാവരും പറയുമ്പോൾ എവറിബഡി വിൽ ബി ടോക്കിംഗ് അബൌട്ട് വൈറസസ് ഓൺലി. വാട്ട് അബൌട്ട് ബാക്ടീരിയ? Bacteria can also make a pandemic, and it can also come back like a drug-resistant microbacteria. സോ നമ്മള് ഇപ്പൊ TB, ട്യൂബർക്ലോസിസ് ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്തായിരുന്നു. ഇപ്പൊ അതില് വരുന്ന ഒരു MDR TB, അതേപോലെ XDR TB എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ബാക്ടീരിയകളുണ്ട്. അതും നമുക്ക് ഒരു ഭാവിയിൽ ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. എസ്ചെറിഷ്യ കോളെ, നമ്മുടെ വയറിൽ കണ്ടുവരുന്ന നോർമൽ എസ്ചെറിഷ്യ കോളെ കൂടെ ചിലപ്പോൾ ഡ്രഗ് റെസിസ്റ്റന്റ് ആയി വന്ന് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഇത്തരം രോഗങ്ങളെ, എമർജിങ് ഇൻഫെക്ഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ഒരാളുടെ മാത്രം പണിയല്ല. എങ്ങനെയാണ് ഈ എമർജിങ് ഇൻഫെക്ഷൻസ് മാനേജ് ചെയ്യുക? ഇറ്റ് ഇസ് നോട്ട് ഓൺലി ദ റോൾ ഓഫ് മൈക്രോബയോളജിസ്റ്റ്. ഇതിന് നമുക്ക് ഡോക്ടർ അരുൺ കുമാർ, ഞാൻ കാണിച്ച മുമ്പ് ആർട്ടിക്കിൾ പറഞ്ഞ പോലെ, ഇതിന് അദ്ദേഹം കുറെ ഡാറ്റാസ് തന്നിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനെ നോക്കുമ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും വേണ്ടത്, പെട്ടെന്ന് ഒരു പുതിയൊരു വൈറസ് വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് റാപ്പിഡ് റെസ്പോൺസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി WHO പറഞ്ഞ പ്രകാരമുള്ള ഒരു ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഓൾ ഓവർ ഇന്ത്യ എല്ലായിടത്തിലും അത് ഉണ്ടാവണം. അതുപോലെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനെ പറ്റിയിട്ടുള്ള ഈ പുതിയ രോഗത്തിനെ പറ്റി. ഇപ്പൊ നിപ്പ വൈറസ് കേരളത്തിൽ വന്നു. ഇറ്റ് ഷുഡ് നോട്ട് ബി ദർ ഓൺലി ഇൻ കേരള. ഇറ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ് ഓൾ ഓവർ ഇന്ത്യ, ആൻഡ് എവറിബഡി ഷുഡ് ബി അലേർട്ട്. Everybody should be alert for about this disease. Then ഇതിനെ റിസർച്ച് ചെയ്യണം. അത് എന്ത് രോഗമാണ്, അത് വൈറസ് ആണോ ബാക്ടീരിയ ആണോ, വി ഷുഡ് ഐഡന്റിഫൈ വിച്ച് ബാക്ടീരിയ ഇസ് ദെയർ, വിച്ച് വൈറസ് ഇസ് ദെയർ, അത് ഐഡന്റിഫൈ ചെയ്യണം. അതൊന്നുമില്ലാതെ ഇന്ത്യയിൽ പ്രധാനമായിട്ട് വേണ്ടത്, ഇതിനെയൊക്കെ നേരിടാൻ വേണ്ട ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വേണം. കമ്മിറ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, പ്രൈം മിനിസ്റ്റർ ഓർ ചീഫ് മിനിസ്റ്റർ ഓർ മിനിസ്റ്റേഴ്സ് ഓർ ഗവർണേഴ്സ്, പ്രസിഡന്റ്, everybody should coordinately work and think about, because this is a serious one, and they should think about the management of such infections. ഇതേപോലെ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ all these things, ഇത് ഒരു ടീം വർക്കാണ്. ഇത് കേരളത്തിൽ നിപ്പ വൈറസ് വന്നപ്പോൾ ഉണ്ടായിരുന്നതാണ്. ഇതിൽ യു ക്യാൻ സി ഇൻ ദ സെന്റർ, യു ക്യാൻ സി ദാറ്റ് Shailaja teacher is there, that she was a health minister during that period, and you can see the one MLA standing there, and in the center with the tie you can see Dr. Arun Kumar standing. So Arun Kumar ആയിരുന്നു നിപ്പ വൈറസ് ആണ് അത് എന്ന് കണ്ടുപിടിച്ചത്. അന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള രോഗം ഈ കാലിക്കറ്റിൽ പടരുകയും അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. People were not knowing what is this disease, but that sample was sent to Manipal Institute of Virology, and fortunately Arun Kumar was able to identify that it was a Nipah virus. അതാണ് അവിടുത്തെ ടേണിംഗ് പോയിന്റ്. അത് കണ്ടുപിടിച്ചത് കൊണ്ടാണ്, അത് ഡയഗ്നോസ് ചെയ്തത് കൊണ്ടാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അരുൺ കുമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഹി ഈസ് ടെല്ലിംഗ് ഈസ്, നമുക്ക് ഒരു ലബോറട്ടറി നെറ്റ്വർക്കിംഗ് വേണം. ഇപ്പോൾ നമ്മൾ ഡ്യൂറിങ് കോവിഡ് ആയാലും നിപ്പ ആയാലും ഓൾ ദീസ് ഡിസീസസ് എന്ത് വന്നാലും വി ഹാവ് ടു സെൻഡ് അവർ സാമ്പിൾസ് ഫോർ ഡയഗ്നോസിസ്. ഇനീഷ്യലി വി ഹാവ് ടു സെൻഡ് ഇറ്റ് ടു Pune. We have to send the sample to Pune laboratory for Virology Institute for that. So India we have only one. But there are private things, but for recognition, we have only one in Pune. So, but that is not sufficient. We should have more laboratories, more virus research laboratories, more diagnostic centers, and there should be a network of laboratories.
That is very, very important. ഇവിടെയാണ് മൈക്രോബയോളജിസ്റ്റ് ഹാസ് ടു പ്ലേ എ ബിഗ് റോൾ. ഓക്കെ, ഇങ്ങനത്തെയുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാക്കുകയും അവിടെയാണ് മൈക്രോബയോളജിസ്റ്റ് പ്രധാനമായിട്ടും അവരുടെ ഒരു പങ്ക് വഹിക്കേണ്ടത്. അപ്പോൾ ഈ കണ്ടുപിടിക്കണം ആ രോഗാണു എന്താണ്, അത് ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, അതോ അല്ലെങ്കിൽ വേറെ ഫംഗസ് ആണോ, അല്ലെങ്കിൽ ഒന്നുമല്ലെങ്കിൽ ഇപ്പൊ ഫംഗസും ഒന്നും ഇല്ലാത്ത വേറെ ഏത് രോഗാണു ആണെന്ന് കണ്ടുപിടിക്കണം അത്. So diagnosis is very important. That diagnosis is in the hands of microbiologist. So emerging infections ന്റെ കൺട്രോളിന്റെ ഒരു മേജർ പാർട്ട് ഇസ് ഡയഗ്നോസിസ്. അത് എന്താണെന്ന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. ഫാസ്റ്റ് ആയിട്ട് യു ഷുഡ് ഐഡന്റിഫൈ ഇറ്റ് ഇൻ എ വെരി ഫാസ്റ്റ്. അതുകൂടാതെ സർവൈലൻസ് ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിരീക്ഷിക്കണം. നമ്മൾ എവിടെയൊക്കെയാണ് ഇതുള്ളത്, എവിടുന്നാണ് ഇത് വന്നത്, വാട്ട് ഇസ് ദ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. ഓക്കെ, ഏത് വിച്ച് അനിമൽ ഈസ് റെസ്പോൺസിബിൾ, വിച്ച് ഇസ് ദ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ, അതെങ്ങനെ, അതൊക്കെ എവിടെ, ഇപ്പൊ കാലിക്കറ്റിലാണോ, മലപ്പുറത്താണോ, തമിഴ്നാട്ടിലാണോ, ചണ്ഡീഗറിലാണോ, ഡൽഹിയിലാണോ, വേറെ വാട്ട് ഒരു സർവേലൻസ്, ഒരു CCTV പോലെ നമ്മളെല്ലാം വാച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ സ്പ്രെഡിംഗ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റൂ. ഡയഗ്നോസിസ് ഓൾറെഡി ഐ ടോൾഡ് യു ദാറ്റ് ഇസ് എ മേജർ വേർ മൈക്രോബയോളജിസ്റ്റ് പ്ലേ എ റോൾ. പിന്നെ വരുന്ന ഈ പേഷ്യൻസിനെ ഐസൊലേറ്റ് ചെയ്യുക, അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുക, അതൊക്കെ ഡോക്ടേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് പാത്തോജെനസിസ്, ഇത് ഏത് കൂടെയാണ് വരിക, ബ്ലഡ് കൂടെയാണോ വരുന്നത്, അതോ കൊതുക് കടിച്ചിട്ടാണോ വരുന്നത്, അതോ ഫുഡ് കൂടെയാണോ വരുന്നത്, വെള്ളത്തിലാണോ, വാട്ടർ ത്രൂ, ഈസ് ഇറ്റ് ത്രൂ വാട്ടർ, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് മൈക്രോബയോളജിസ്റ്റിന്റെ റോളാണ്. പിന്നെ അടുത്ത റോള് പ്രൊഫൈലാക്സിസ്, പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള വാക്സിൻ പ്രിപ്പറേഷൻ. നിങ്ങൾക്ക് അറിയാൻ പറ്റും, കോവിഡ് വന്ന് വിത്തിൻ 8 months വി വർ ഏബിൾ ടു ഡെവലപ്പ് എ വാക്സിൻ. സോ അവിടെയൊക്കെ എനിക്കറിയാം, എന്റെ ക്ലാസ്മേറ്റ് വൺ സുബ്രഹ്മണ്യം he was there in US. He was a team member in developing that vaccine, in first mRNA vaccine. He was there in that team. So that type of research for prophylaxis, new vaccines development ചെയ്യാനുള്ള അതിലൊക്കെ മൈക്രോബയോളജിസ്റ്റിന് റോൾ ഉണ്ട്. ഇതിന് റിസർച്ച് ചെയ്യാനും മൈക്രോബയോളജിസ്റ്റിന് റോൾ ഉണ്ട്. IEC എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യണം. അപ്പൊ നമുക്കിപ്പോ നൗ IEC is it has become very easy. നമ്മളെ മൊബൈൽ ഫോണിൽ കൂടെ, സോഷ്യൽ മീഡിയ കൂടെ ഒക്കെ നമുക്ക് ഈ ഇതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സർവൈലൻസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ദർ ഇസ് എ ഇന്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം തന്നെയുണ്ട്. അതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൽ അതിനൊരു ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം രോഗങ്ങളെ, ഇത്തരം എമർജിങ് ഇൻഫെക്ഷൻസിനെ സർവൈലൻസ് ചെയ്യാനായിട്ട്, അതിനെ നിരീക്ഷണം ചെയ്യാനായിട്ട്, പഠിക്കുന്നതിനൊക്കെ ആയിട്ട് ദർ ഇസ് എ ഇന്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം ഇസ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, IEC അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, നാളെയും ഉണ്ടാവരുത്. പഴയ കാലത്തും ഉണ്ടായിരുന്നു. നമ്മുടെ കുഷ്ഠരോഗം എന്ന് പറയുന്ന ലെപ്രസി പഴയ 1500 BC ഹാരപ്പ ഇതിൽ കൂടെ ആ ബാക്ടീരിയനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ ഇതുപോലുള്ള അത്തരം രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള IEC മെത്തേഡ്സ് നമ്മൾ ഉണ്ടാക്കണം. ഇപ്പൊ രോഗാണു ഇന്നുണ്ടായതല്ല, പഴയ കാലം മുതലേ നമ്മളെ ഈ രോഗാണുക്കളും മനുഷ്യനുണ്ടായ കാലം മുതൽക്കേ രോഗാണുക്കൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഡയഗ്നോസിസ് ഞാൻ പറഞ്ഞു, ഡയഗ്നോസിസിന് ഇപ്പൊ പല ന്യൂ മെത്തേഡ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ മുമ്പൊക്കെ എന്താണെന്ന് വെച്ചാൽ കൾച്ചർ മെത്തേഡ്, ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വെയിറ്റ് ഫോർ 3 days. ബട്ട് ഇപ്പൊ അങ്ങനെയല്ല, വി ഹാവ് റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ആർ അവൈലബിൾ. അതുപോലെ നമ്മളെ ലാബിൽ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ യു ക്യാൻ നെറ്റ്വർക്ക് മറ്റു ലാബുകളുമായിട്ട് കൂടിച്ചേർന്നിട്ട് നിങ്ങളുടെ സാമ്പിൾ നിങ്ങൾക്ക് അവിടേക്ക് അയക്കാനുള്ള ഇതുണ്ട്. പിന്നെ ടെലിമെഡിസിൻ അവൈലബിലിറ്റീസ് ഉണ്ട്, റെഫറൽ ലബോറട്ടറീസ് ഉണ്ട്. ഈ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെക്ടറിലാണ് മൈക്രോബയോളജിസ്റ്റിന് ഹാസ് ടു പ്ലേ എ ബിഗ് റോൾ ഇൻ ഡയഗ്നോസിസ്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ഡേഞ്ചർ. സോ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ, എസ്പെഷ്യലി എമർജിങ് ഇൻഫെക്ഷൻ കൺട്രോളില് മേജർ റോൾ ഈസ് ഇൻ ദ ഡയഗ്നോസിസ്. സോ ഈ ഡയഗ്നോസിസിലാണ് മൈക്രോബയോളജിസ്റ്റിന് പ്രധാനമായിട്ട് ഒരു പങ്ക് ഉള്ളത്. ഇത് പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളൊക്കെയാണ്, അതിന് വേണ്ട മെത്തേഡ്സ്, ഡിഫറെന്റ് ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഒക്കെയാണ് ഇത്. Laboratory diagnosis, they play a major role in prevention of emerging infections. ഇപ്പൊ പുതിയ സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് വെച്ചാൽ PCR ആണ്. മുമ്പ് മൈക്രോസ്കോപ്പി, കൾച്ചർ, ബയോകെമിക്കൽ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടായിരുന്നു ഐഡന്റിഫൈ ചെയ്തിരുന്നത്. ബട്ട് നൗ ദ ഐഡന്റിഫിക്കേഷൻ ഈസ് മോർ ഓഫ് മോളിക്കുലർ ലെവൽ. Like we have PCR, RT-PCR, that techniques are there. Using that we can do immunoassay based test in the that ELISA പോലത്തെ
ഇമ്മ്യൂണോ ആസെ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കുറെ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഈ ടെസ്റ്റുകളൊക്കെ they are very fast, they are very rapid test, so you can easily detect the disease, you can rapidly you can detect the test. എത്രയും പെട്ടെന്ന് തന്നെ ഇത് എന്താണ് രോഗം എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിലൊക്കെ മൈക്രോബയോളജി വിഭാഗത്തിലുള്ളവര് ഈ പുതിയ ടെസ്റ്റുകൾ എന്താണെന്നും പുതിയ ടെസ്റ്റുകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പഠനങ്ങൾ നടത്തേണ്ടതാണ്. Mass spectrometry, that is a new technology through which we can identify. Cultural, now there are all these techniques are there. So microbiologist, especially clinical microbiologist, microbiology vidaktar, idilellam our expertise avanam. They should know about these things. They should get trained in all these things, and they should know where is this referral laboratories for all these things. Adokke kandupidichittu pettannu fast aayittu we have to do the diagnosis of emerging infections. Enna maatrame we can control these emerging infections. Ipo pettannu accurate aayittu diagnose cheyanennengil ipo PCR and mass analysis adangathokku different methods are available. So all these methods microbiologists അറിഞ്ഞിരിക്കണം. ICMR ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ എസ്പെഷ്യലി എമർജിംഗ് ഇൻഫെക്ഷൻസ് തന്നെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ICMR-നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ICMR ഹാസ് ഗോട്ട് നിയർലി 150 ലബോറട്ടറീസ് ഓൾ ഓവർ ഇന്ത്യ. സോ ഈ ലബോറട്ടറീസിന്റെ ഒക്കെ ഫെസിലിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മൈക്രോബയോളജിസ്റ്റ് ഒരു ലോക്കലായിട്ടുള്ള മൈക്രോബയോളജിസ്റ്റിന് ഈ മൈക്രോബയോളജി ലബോറട്ടറീസുമായിട്ട് ഒത്തുചേർന്ന് അവരുടെ റിസർച്ചും ഡയഗ്നോസിസും എല്ലാം ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഡിഫറെന്റ് ലബോറട്ടറീസ് ആണ്. അതിന്റെ പിക്ചേഴ്സ് യു ക്യാൻ സി ഒരു എമർജിംഗ് ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി മറ്റുള്ളവർ മാത്രമല്ല ലബോറട്ടറി ടെക്നീഷ്യൻസ് ആണ്, മൈക്രോബയോളജിസ്റ്റ് ആണ് കൂടുതൽ ആർ അറ്റ് റിസ്ക്. സോ ആ റിസ്ക് നമ്മള് മൈക്രോബയോളജി ആൾക്കാർ അതിനെ പറ്റിയിട്ട് കൂടുതൽ അവെയർ ആയിരിക്കണം. സോ ഇതുപോലുള്ള PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സും ഒക്കെ വേറെ ധരിച്ചു കൊണ്ടുവേണം ലബോറട്ടറി പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിനായിട്ട്. കണ്ടല്ലേ ഇങ്ങനത്തെയൊക്കെ ഇതൊക്കെ ചെയ്താലേ മാത്രമേ see all this. They should be very careful. Microbiology people should be very careful when there is a new infection is coming. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ വൈറസിന്റെ വ്യാപ്തിയെ കുറിച്ചോ ആ വൈറസിന്റെ ഡേഞ്ചർ അതിന്റെ പാത്തോജനിസിറ്റിയോ വിറുലൻസിനെ പറ്റിയോ ഒന്നും അറിയില്ല. സോ ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ നോൺ പാത്തോജനിക് ഓൾസോ, ഒരു പുതിയ അധികം മൈൽഡ് ആയിട്ടുള്ള വൈറസ് ആണെങ്കിൽ കൂടെ നമ്മൾ പുതിയ വൈറസ് ആണെങ്കിൽ വളരെ പ്രിക്കോഷ്യസ് ആയിരിക്കണം. അതിനു വേണ്ടിയിട്ട് വി ഹാവ് ടു ടേക്ക് ഓൾ ദ നെസസറി പ്രൊട്ടക്റ്റീവ് മെക്കാനിസംസ്. ഇതൊക്കെ കൂടുതൽ മോർ ലെവൽ സേഫ്റ്റി ലെവലുള്ള ലബോറട്ടറീസ് ആണ്. ഇത്തരം ലബോറട്ടറീസിൽ വേണം എമർജിംഗ് ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡയഗ്നോസിസും റിസർച്ച് എല്ലാം ചെയ്യാൻ. 1996 പ്ലേഗ് വന്നതിലേന്ത് നമ്മളിപ്പോ കുറെ കൊല്ലങ്ങളായി. അതിനുശേഷം കുറെ വൈറസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. Now we have developed so much also. We have developed lot of new laboratories, new network we have started. We have surveillance programs are there, infection control programs are there. So all these things will help you. ഈ പരിപാടികളെല്ലാം നമുക്ക് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഏതൊരു എമർജിംഗ് ഇൻഫെക്ഷനെ ഏതൊരു പുതിയ രോഗത്തെയും തടഞ്ഞു നിർത്താൻ സാധിക്കും എന്ന് ഉറപ്പുണ്ട്. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ നമ്മളെ ബാറ്റ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിൽ മൈക്രോബയോളജിസ്റ്റിന് ഒരു പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട്. ഇത് ഐസൊലേഷൻ ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിപ്പ വൈറസ് വന്നപ്പോൾ നമ്മൾ പേഷ്യൻസിന് ഐസൊലേഷൻ വാർഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എല്ലാം ധരിക്കണം. മൈക്രോബയോളജിസ്റ്റും അത് ചെയ്യണം. അത് രോഗമായിട്ട് വരുന്ന ആൾക്കാരായിട്ടൊക്കെ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ മൈക്രോബയോളജിസ്റ്റ് എസ്പെഷ്യലി സാമ്പിൾ കളക്ഷന്റെ സമയത്തൊക്കെ വളരെ ശ്രദ്ധാപൂർവം എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ മൈക്രോബയോളജിസ്റ്റിനും ആ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മൈക്രോബയോളജിസ്റ്റിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന് അതിന്റെ രീതികളും മൈക്രോബയോളജി വിദഗ്ധർ അറിയേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ലാബിലായാലും റിസർച്ച് ലാബിലായാലും ഡയഗ്നോസ്റ്റിക് ലാബിലായാലും ഉണ്ടാവുന്ന ഈ വേസ്റ്റ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ എമർജിംഗ് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് അവയർനെസ് പ്രോഗ്രാം ഉണ്ട്. അതിന്
പോസ്റ്റേഴ്സ് ഉണ്ട്, TV ഉണ്ട്, ഇതൊക്കെ യൂസ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയി. കോവിഡ് വന്നപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കോവിഡ് നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. എങ്ങനെയൊക്കെ ഇത് പ്രിവെന്റ് ചെയ്യാം, ഹാൻഡ് വാഷിംഗ് ചെയ്യാം, അവോയ്ഡ് കോൺടാക്ട് വിത്ത് പേഷ്യൻസ്, വെയർ PPE, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഇത് ചുമയ്ക്കുമ്പോഴൊക്കെ തുമ്മുമ്പോഴൊക്കെ തൂവാല കൊണ്ട് മറിക്കുക, H1N1 പനിയൊക്കെ പടരുന്നത് തടയാൻ സാധിക്കും ഇതുകൊണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വാക്സിൻ ആണ്. ഈ വാക്സിൻ ഡെവലപ്മെന്റിൽ മൈക്രോബയോളജി ആൾക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. നമ്മൾ വാക്സിൻ ഉണ്ടാക്കുന്നത് മാത്രമല്ല, അതിന് പലയിടത്തും പല തെറ്റിദ്ധാരണകളുണ്ട്. വാക്സിനെ പറ്റി പല തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകൾ മാറ്റി ജനങ്ങളെ വാക്സിൻ എടുക്കാൻ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യേണ്ടതും മൈക്രോബയോളജി പഠിച്ച വിദഗ്ധരുടെ അതിലൊരു പങ്കുണ്ട്. ഓൺ ടൈം, എവറി ടൈം വാക്സിൻ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് എടുക്കാൻ രോഗികളെ നിർദ്ദേശിക്കേണ്ടതാണ്. കുട്ടികളെയും അതൊക്കെ വാക്സിൻ എടുക്കേണ്ടത്. പിന്നെ മഴ, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, മലയാള ഭാഷയെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മഴയാണ് ഒരു വലിയൊരു പ്രശ്നം. ഈ മഴയത്താണ് പല രോഗാണുക്കളും വരാനുള്ള സാധ്യത. റെയിൻ, for Malayalis, rain is one important season, rainy season. During that, we will have a lot of infections. So when there is such type of situation, അതേപോലത്തെ ഒരു മഴ വരുമ്പോൾ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം. We should be precautious on many diseases. അത് മോസ്കിറ്റോ ബോൺ ആയിരിക്കണം, വാട്ടർ ബോൺ ആയിരിക്കണം, ഫുഡ് ബോൺ ആവാം, ഏത് വേണമെങ്കിലും ആവാം. അപ്പൊ അതുകൊണ്ട് അതിനെയൊക്കെ തടഞ്ഞു നിർത്താനുള്ള രീതികൾ നമ്മൾ അവലംബിക്കേണ്ടതാണ്. ഇത് മലയാളത്തിൽ വന്ന ഒരു വളരെ ഫേമസ് ആയിട്ട്, ദിസ് ഇസ് എ ഫേമസ് മൂവി ഇൻ മലയാളം, വൈറസ് ആഫ്റ്റർ നിപ്പ ഡിസീസ്, നിപ്പ എപ്പിഡമിക്. ആഷിഖ് അബു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഒരു ഡയറക്ടർ എടുത്ത മൂവിയാണിത്. വൈറസ് എന്നാണ് അതിന്റെ പേര്. ഈ വൈറസിൽ നിങ്ങൾക്ക് കാണാം, ഒരു സൈഡിൽ കുഞ്ചാക്കോ ബോബന്റെ സൈഡിൽ ഫോട്ടോ കാണാം, ഫേമസ് മലയാളം ആക്ടർ കുഞ്ചാക്കോ ബോബൻ. That Kunjako Boban enacted the role of Arun Kumar. Arun Kumar was a microbiologist who was involved in controlling and identifying Nipah virus in Kerala. So microbiologist വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, നമ്മളെ എമർജിങ് ഇൻഫെക്ഷനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് WHO വെബ്സൈറ്റ് സന്ദർശിക്കാം. CDCന്റെ വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ വെബ്സൈറ്റ് ഇതൊക്കെ സന്ദർശിക്കാം. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ തെറ്റായ ചില ഇൻഫർമേഷൻസ് ഉണ്ടാവും, തെറ്റായ വിവരങ്ങൾ ഉണ്ടാവും. Don't believe that unnecessary and unwanted and most duplicated informations. You go to these reliable websites. Okay, WHO websites are there, CDC's, Ministry of Health, Family Welfare websites are there. ഇവിടെയൊക്കെ പോയാൽ ഇത്തരം വെബ്സൈറ്റുകളിൽ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സൈഡ്, ഇവരുടെ വെബ്സൈറ്റിൽ പോയാലും നമുക്ക് ഈ എമർജിങ് ഇൻഫെക്ഷനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതാണ്. പ്രൊഫൈലാക്സിസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. റിസർച്ച് ഈസ് അനദർ ആസ്പെക്ട് വേർ മൈക്രോബയോളജിസ്റ്റ് പ്ലേ എ റോൾ ഇൻ കൺട്രോളിങ് എമർജിങ് ഇൻഫെക്ഷൻസ്. ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം ജോലിയല്ല, മൈക്രോബയോളജിസ്റ്റിന്റെ മാത്രം ജോലിയല്ല. ഇറ്റ് ഈസ് എവറിബഡീസ് ബിസിനസ്. ഓക്കെ, സോ എമർജിങ് ഇൻഫെക്ഷൻസ് എപ്പോൾ വേണമെങ്കിൽ വരാം, എനി ടൈം വേണമെങ്കിൽ വരാം. അത് പഴയ രോഗങ്ങളായ രൂപത്തിൽ വരാം, പഴയ രോഗങ്ങൾ പുതിയ രൂപത്തിൽ വരാം, എങ്ങനെ വേണമെങ്കിൽ വരാം. ഇതിന്റെ കൂടെ ഞാൻ പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയി, ചിലപ്പോ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട ചില വൈറസുകൾ വരാം, ബയോ വെപ്പൺസ് എന്ന് പറയും. അത് ഇല്ലാതാക്കുന്നതിനും കൂടി നമ്മുടെ സർക്കാരുകൾ തയ്യാറെടുക്കേണ്ടതാണ്. ഇപ്പൊ ബ്രിക്സ് പോലുള്ള സംഘടനകളൊക്കെ ഉണ്ട്. ബ്രിക്സ്. യെസ് സർ, ഇറ്റ്സ് ഓവർ സർ. Dr. Prince? Yes. Can we please wind up? Yeah, it's over, sir. Last one. Okay, last one, sir. Thank you. Okay, thank you, sir. It's over, sir. Thank you. Thank you for the listening. Dr. Prince, it was an excellent presentation by you. We enjoyed your presentation very much, and your PPTs were so clear, so vivid. Okay, thank you, sir. Thank you. I learned. It is in Malayalam. My concern is only in Malayalam whether you will be able to understand the things or not. That is a thing. But I have mixed with English also. You are the first person
to give the talk in Malayalam. So I congratulate you. I congratulate you very much. Okay, thank you, sir. Thank you very much. Thank you for giving me this opportunity. Very good. There are some people in the audience like Dr. Kulveer, Dr. Rupa, and Yes, yes. Sijo. So if you have any questions, Kulveer, you can ask. Dr. Kulveer. Dr. Kulveer Dhinsa. Yeah, good evening, sir. I have a question. Can I, sir? Yeah, sure. Yeah, please. Yeah, sir, let me introduce myself, Rupa. I'm doing a PhD in microbiology. Very good, very good. Yes, sir. Thank you. So, what are the job perspectives in infection control for the microbiologist? Like in hospitals and all, is there any scope for the microbiologist to work under this segment of infection control? Yes, surely, sure. Actually, hospital infection control team is there. In hospital infection control team, every hospital should have a hospital infection control team. Nosocomial infection. It is not called nosocomial infection. So in that team, you have one surgeon or physician, then a management person, a microbiologist, a nursing person. These four people should be there in the infection control team. So this is a setup guided by the WHO thing. Every hospital should have that. So a microbiologist has a role in that. Not only the job prospective you are telling, research laboratories, I told you nearly 150 laboratories are there, research laboratories are there for ICMR. So there also you have opportunities are there. They call for people from laboratory technician to research fellows. Okay, thank you so much, sir. But one more question again, sir. Like, are there any courses like, because what are the practices they do carry out there in the hospitals? Maybe we are aware of, but will not be having hands-on on it. So, are there any trainings or courses regarding? In hospitals, no, related to hospitals, there are medical microbiology courses are there. MBBS, those who have completed MBBS, after MBBS, they do MD microbiology. Previously, there was MSc microbiology, people were also there. But now it is mainly dominated by MD microbiology candidates are there in hospitals. But in research centers, in research ICMR and other these in research centers, your MSc, PhD candidates have a big role. ICMR conducts, first you enter as a research fellow or research assistant, and you will get trained into that particular field, and you may get absorbed in that, you may get job in that area. In infection control, that is mainly in the lab diagnosis sector and other thing. As a technician and research assistant, you have job opportunities. Thank you so much for your input, sir. Thank you. Okay, thank you. Any more question by anybody? Sijo, you want to ask something? Or Parul Srivastava? Parul Srivastava, you want to ask something? Yeah, there was somebody was asking one message. I saw you. Okay, 1 minute, sir. Okay. 1 minute. Sir, how is a pandemic potential of H5N1 avian flu virus? Already it is jumped into mammals. See, avian flu, this influenza virus, this virus is a potential virus. Always it changes its genetic character. That's why we have influenza A, influenza B, like that. Then again H1N1. That H is hemagglutinin, N is neuraminidase. These are the two antigens in this influenza virus. So these two antigens changes its character regularly. So in a duck family, it will be their genetic character will be one type.
if that virus enters into another animal, like mammals or even to human beings, it changes its genetic character. Sometimes that changed virus may be highly pathogenic or non-pathogenic also. So far, this avian flu has not produced a major outbreak among mammals, among human beings, especially human beings. So we are lucky, but it can anytime it can change its character and it can become more virulent and it can produce any pandemic at any time. So that's why this avian influenza virus, we are very much worried. If there is any incidence of avian flu, a new avian flu, we are culling all this duck population, that swan population. Immediately, we are killing all those things because we have to stop that. Otherwise, if it enters to human beings, it will change its character. The genetic character will be changed, and a new virus will be coming. Okay, that was his question. So far, no major incidents of major avian flu incidents is not there among human beings. Only among mammals it is there, but it can. Any time it can become virulent and it can produce pandemic in among human beings. Okay, thank you very much, Dr. Prince, CP. Yes, And yes, sir. it was a wonderful lecture, and we learned so many new things from you. Okay. And thank you so much once again for delivering it in Malayalam. Okay, thank you, sir. Thank you.